Nucleus Properties Close Encounter, brought to you by Nucleus Premium Villas and Apartments, Kochi, Kottayam, Thiruvananthapuram. Live life. നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രനാണ് ഇന്ന് ക്ലോസ് എൻകൗണ്ടറിൽ അതിഥി. ശ്രീ കാനം, സ്വാഗതം. 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായിരിക്കുന്നു. മത്സര ചിത്രം തെളിഞ്ഞിരിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണൻ്റെ അവകാശവാദം ഇത്തവണ LDF 3 അക്കം കടക്കും എന്നാണ്. താങ്കളുടെ യുക്തിസഹമായ പ്രതീക്ഷ എന്താണ്? LDFന് വൻപിച്ച ഭൂരിപക്ഷം ഈ കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആത്മാർത്ഥമായ പ്രതീക്ഷ. കാരണം 5 വർഷക്കാലം ഈ കേരളത്തിന് നഷ്ടപ്പെട്ടു. അഴിമതിയുടെയും അതുപോലെ തന്നെ ജനദ്രോഹ നയങ്ങളുടെയും പര്യായമാണ് UDF. അതുകൊണ്ട് UDFനെതിരായി കേരളത്തിലെ ജനങ്ങൾ, പ്രബുദ്ധരായ വോട്ടർമാർ വിധി എഴുതും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കേരളം എന്തുകൊണ്ട് LDFനെ തിരഞ്ഞെടുക്കണം? നോക്കൂ, തരക്കേടില്ലാത്ത ഭരണം എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ ഉമ്മൻചാണ്ടി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ചും ഭരണക്കാരെ സംബന്ധിച്ചും ആരോപണങ്ങളുണ്ട്. പക്ഷേ അപ്പോഴും ആ ആരോപണങ്ങളിൽ വിശ്വാസ്യതയില്ലായ്മ എന്ന പ്രശ്നം വിജയകരമായി സ്ഥാപിക്കാൻ അവർക്ക് കഴിയുന്നുമുണ്ട്. തരക്കേടില്ലാത്തത് ആർക്കാണ്? അതാണ് പ്രശ്നം. കേരളത്തിലെ പാവപ്പെട്ടവർക്ക് തരക്കേടുണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്നവരോ സാധാരണക്കാരായോ ആളുകൾ, അവർ തൊഴിലാളികളാകട്ടെ കൃഷിക്കാരാകട്ടെ, അവരെല്ലാം പ്രതിസന്ധിയിലാണ്. ആർക്കാണ് തരക്കേടില്ലാത്തത് എന്ന് നോക്കുമ്പോൾ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ഈ 5 വർഷക്കാലത്തെ ഭരണം ഒരു വലിയ ഭാരമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ LDFൻ്റെയും UDFൻ്റെയും ഘടന എടുത്താൽ LDFന് ഘടനാപരമായ ദൗർബല്യമില്ലേ? UDFനെ എടുത്താൽ അവിടെ കോൺഗ്രസിനൊപ്പം ശക്തമായ സാമുദായിക അടിത്തറയുള്ള മുസ്ലിം ലീഗും കേരള കോൺഗ്രസുമുണ്ട്. അങ്ങനെയുള്ള സാമൂഹ്യ സമവാക്യങ്ങൾ UDFനെ സംബന്ധിച്ച് അനുകൂലമാണ്. LDFനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വോട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. സമുദായത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല വോട്ട് വാങ്ങുന്നത്. ഒരു സമുദായ സംഘടനയും അത്തരം പ്രസ്ഥാനങ്ങളുടെയും പിൻബലമില്ലാതെ കേരളത്തിൽ ബഹുഭൂരിപക്ഷത്തോടെ ജയിച്ചിട്ടുള്ള മുന്നണിയാണ് LDF. 1987 നോക്കൂ, 1996 നോക്കൂ. ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ വോട്ട് വാങ്ങി, അത് ജാതിയുടെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല, ജയിക്കുന്ന മുന്നണിയാണ് LDF. മദ്യനിരോധനം ഒരു ഉദാഹരണമായി എടുക്കും. UDFന് കിട്ടാൻ പോകുന്ന സാമുദായിക പിന്തുണയുടെ പാലമായി അത് പ്രവർത്തിക്കില്ലേ? അവിടെ സാമുദായിക പിന്തുണയ്ക്ക് ഒരു കാരണമുണ്ടാകുന്നുണ്ട്. ആ ഒരു സാഹചര്യമാണ് LDF നേരിടേണ്ടത്. അത് ശരിയല്ല. മദ്യനിരോധനം എന്നത് മറ്റെല്ലാ വിഷയങ്ങളിലും UDF ഒറ്റപ്പെടുമ്പോൾ അവർക്ക് ഇപ്പോൾ കണ്ടെത്താൻ കഴിയുന്ന ഒരു തുരുത്താണ് ഈ മദ്യനിരോധനത്തിനുമായി ബന്ധപ്പെട്ട ഒരു വിവാദം. എന്തുകൊണ്ടാണ് അഴിമതി വിമുക്ത ഭരണത്തിനെ കുറിച്ച് ഉമ്മൻചാണ്ടിക്കും സുധീറിനും യോജിക്കാൻ കഴിയില്ല. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പല പ്രശ്നങ്ങളിലും അവർക്ക് യോജിക്കാൻ കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു ആഴ്ചക്കാലം ഡൽഹിയിൽ നമ്മൾ കണ്ടതല്ലേ, കോൺഗ്രസിൻ്റെ പോരാട്ടം എങ്ങനെയായിരുന്നു എന്ന് നാം കണ്ടതല്ലേ. അവർക്കെല്ലാം കൂടി യോജിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഈ മദ്യനിരോധനം മാത്രമാണ്. പക്ഷേ അവിടെ LDF വിശദീകരിക്കുന്നു, മദ്യനിരോധനമല്ല മദ്യവർജനമാണ് ഞങ്ങളുടെ നയം എന്ന്. പക്ഷേ അതുണ്ടാക്കുന്ന ഒരു പൊതുപ്രതീതി എന്താണ്? LDF വരും, ബാറുകൾ തുറക്കും എന്നാണല്ലോ. അങ്ങനെ ഒരു പൊതുബോധ നിർമ്മിതി തന്ത്രപരമായി UDF സാധിച്ചെടുത്തു. അവർ ആ ഇലക്ഷൻ്റെ അജണ്ടയായി ഇതിനെ സെറ്റ് ചെയ്തു. അവിടെ ഇടതുപക്ഷത്തിന് ശരിക്കൊരു വീഴ്ച സംഭവിക്കും. ഞങ്ങളിപ്പോൾ അതിനൊന്നും വീഴാൻ പോകുന്നില്ല. 96 ചാരായ നിരോധനം ഇവിടെ ഉണ്ടായിരുന്നു. ചാരായ നിരോധനം കഴിഞ്ഞപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ പറഞ്ഞു സ്ത്രീകളുടെ മുഴുവൻ വോട്ടും UDFന് കിട്ടാൻ പോവുകയാണ്. ഭയങ്കരമായ മുന്നേറ്റമാണ്. ജയിച്ചത് LDF ആണ്. LDF ജയിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ പ്രചാരമുണ്ടായി, ചാരായം തിരിച്ചു കൊണ്ടുവരും. LDF തിരിച്ചു കൊണ്ടുവന്നില്ലല്ലോ. LDF അതിൽ തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാനുള്ള നിലപാട് സ്വീകരിച്ചു. മദ്യം ഒരു സാമൂഹ്യ വിപത്താണ് എന്ന ധാരണ ഞങ്ങൾക്കും നല്ലതുപോലെയുണ്ട്. എന്നാൽ മദ്യനിരോധനമല്ല അതിന് പരിഹാരം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ലോകത്തിൽ ഒരിടത്തും പരീക്ഷിച്ച് വിജയിക്കാത്ത ഒന്ന്
ഇവിടെ വിജയിക്കുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞ എന്താ അർത്ഥം? ഇല്ല. പക്ഷേ LDF വന്നാൽ ബാറുകൾ തുറക്കുമോ ഇല്ലയോ? ഈ പൂട്ടിയ ബാറുകൾ LDF വന്നാൽ തുറന്നു കൊടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും ലളിതമായ നിങ്ങളുടെ മുൻപിലുള്ള എവിടെ പ്രശ്നം. ബാറ് പൂട്ടി? ബാർ എവിടെയാണ് പൂട്ടിയത്? ഇന്നലെ ഈ 1-ാം തീയതി എത്ര ബാറിൻ്റെ ലൈസൻസ് പുതുക്കി കൊടുത്തു? ബിയർ ആൻഡ് വൈൻ പാർലറുകൾ. ബിയർ ആൻഡ് വൈൻ പാർലർ മാത്രമല്ല, പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ 29, 24 ഉണ്ടായിരുന്നു, 5 കൂടെ കൂടി. UDF സർക്കാരിൻ്റെ 33 ക്ലബ്ബുകൾക്ക് ലൈസൻസ് പുതുക്കി കൊടുത്തു. ഇതൊക്കെ കൊടുത്തല്ലേ? ഇതൊന്നും ബിയർ ആൻഡ് വൈൻ മാത്രമല്ല. ബിയർ ആൻഡ് വൈൻ പാർലർ എന്ന് പറഞ്ഞാലും ബാറുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവിടെ വീര്യം കൂടിയ മദ്യം കൊടുക്കുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ. അത് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കിട്ടും. 306 ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് കിട്ടും. 700 സിസ്റ്റം ബാറ് പൂട്ടിയാലും ഇവിടുന്ന് ആളുകൾ ഇപ്പോൾ അങ്ങോട്ടൊന്നും ഇടിക്കണമെന്നല്ലേ ഉള്ളൂ. ഇത് അവൈലബിളാണ്. ഈ കേരളത്തിൽ കഴിഞ്ഞ 1 വർഷക്കാലം ഈ നയത്തിൻ്റെ ഫലമായി മദ്യത്തിൻ്റെ ഉപഭോഗം കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാ കണക്കുകളും അനുസരിച്ച് വീര്യം കൂടിയ മദ്യത്തിൻ്റെ ഉപഭോഗവും കൂടിയിട്ടുണ്ട്. നോക്കേണ്ടത് ഘട്ടം ഘട്ടമായാണ് ഈ മദ്യനിരോധനം, ഈ മദ്യനയപ്രകാരം. അതനുസരിച്ച് 10% ബെവ്കോ ഔട്ട്ലെറ്റുകൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. LDF വന്നാൽ ആ നയത്തിന് ഒരു തുടർച്ച ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് UDFൻ്റെ നയം തുടരുകയില്ല. കേരളത്തിൻ്റെ മദ്യലഭ്യത ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരിക എന്നത് തന്നെയാണ് LDFൻ്റെയും നയം. LDF മദ്യനിരോധനത്തിലല്ല, മദ്യവർജനത്തിലാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ ബോധവൽക്കരണവും അതിനുള്ള പരിപാടികളും കേരളത്തിലെ മദ്യവർജന പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച് നടത്താൻ തന്നെയാണ് LDF ആഗ്രഹിക്കുന്നത്. അവരെ വേറൊരു ഭാഗത്ത് ഞങ്ങൾ നിർത്തുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടയായി മദ്യനയത്തെ കൊണ്ടുവരാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞില്ലേ? LDF നേതാക്കൾ ശരിക്കും അതിൽ വീഴുകയല്ലേ ഉണ്ടായത്? ഉദാഹരണത്തിന് ജനകീയ യാത്ര സമാപിക്കുമ്പോൾ താങ്കളുടെ പ്രസംഗത്തിൽ ഏറ്റവും ഫോക്കസ് ചെയ്യപ്പെട്ടത് ഞങ്ങൾക്ക് വോട്ട് നഷ്ടപ്പെട്ടാലും മദ്യനിരോധനത്തിന് പുറകെ പോകില്ല എന്നുള്ള താങ്കളുടെ പരാമർശമാണല്ലോ. താങ്കൾ ചോദിക്കുന്നു KCPCക്ക് ഗോവയിലും മിസോറാമിലും ഒക്കെ മദ്യനിരോധനം ആവശ്യപ്പെടാൻ സാധിക്കുമോ എന്ന്. എന്തിനാണ് UDFന് ഒരുപക്ഷെ സഹായകരമായേക്കാവുന്ന വിധത്തിൽ ഈ മദ്യനിരോധനം എന്ന ആ അജണ്ടയിലേക്ക് നിങ്ങൾ പോയി ഞങ്ങൾ അതിൽ വീഴുന്നില്ല. മദ്യനിരോധനം എന്നത് പ്രായോഗികമല്ലാത്ത കാര്യമാണ്. ഗുജറാത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന മദ്യനിരോധനം ഇപ്പോൾ ജില്ലയായിട്ട് പിൻവലിച്ചുകൊണ്ടിരിക്കുക. ലോകത്തിലെവിടെയാണ് മദ്യനിരോധനം? ഒരു സ്ഥലം പറയാം. ലോകത്തിലേതെങ്കിലും രാജ്യത്ത് മദ്യനിരോധനം ഫലപ്രദമായി നടപ്പിലാക്കിയ ഒരു രാജ്യം? ഒറ്റ രാജ്യം ആർക്കും പറയാൻ പറ്റില്ല. എന്നാൽ അത് അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടാക്കി ഇത് ഞങ്ങൾ അതിന് പോവുകയാണ്. അതൊക്കെ UDFൻ്റെ പ്രകടന പത്രികയിലെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ട് മദ്യനിരോധനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ട് മദ്യനിരോധനത്തിൻ്റെ അപകടങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. വ്യാജമദ്യം വരുന്നതിൻ്റെ, ദുരന്തത്തിൻ്റെ ഒക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതേ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സയൻറ്റിഫിക്കായിട്ട് ഇത്തരം പ്രശ്നങ്ങളോട് സമീപിക്കുക എന്നതിന് പകരം വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഞങ്ങൾ LDF എപ്പോഴും മനുഷ്യൻ്റെ പ്രശ്നങ്ങളിലാണ് കേന്ദ്രീകരിക്കുന്നത്. മദ്യനയത്തിൽ LDF കുറെ കൂടി വ്യക്തത വരുത്തണ്ടേ? അതായത് ഈ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ ഘട്ടം ഘട്ടമായി അടച്ചുപൂട്ടുക എന്ന നിലപാട് തുടരുമോ എന്ന കാര്യം ആദ്യം. 718 ബാറുകളിൽ വീര്യം കൂടിയ മദ്യം വിൽക്കേണ്ട എന്ന സർക്കാരിൻ്റെ തീരുമാനം തുടരുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഈ 2 കാര്യങ്ങളിലും നയവ്യക്തത വരുത്തേണ്ടേ? എന്താണ് ഇക്കാര്യത്തിൽ LDFൻ്റെ നിലപാട്? ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി പറയുന്ന നിലപാട്, ഓരോ വർഷവും ഒരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ ആ വർഷത്തെ മദ്യനയം പ്രഖ്യാപിക്കണം. അങ്ങനെ ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ച മദ്യനയത്തിൽ, നിയമാനുസൃതമായ മദ്യനയത്തിൽ ഇടപെടുന്നില്ല എന്ന് മാത്രമേ സുപ്രീം കോടതി പറഞ്ഞുള്ളൂ. സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത് ഓരോ വർഷവും വേണം. LDF അതിൻ്റെ പ്രകടന പത്രികയിൽ മദ്യത്തിൻ്റെ ഉപഭോഗം കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ എന്തിന് ഞങ്ങളെ അവിശ്വസിക്കുന്നു? ഞങ്ങളുടെ ഗവൺമെൻറ് വരുമ്പോൾ എന്ത് നിലപാട് ഞങ്ങൾ സ്വീകരിക്കും എന്ന് നിങ്ങൾ പരീക്ഷിച്ചോളൂ. ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായ സ്ഥിതിക്ക് LDFന് വേണമെങ്കിൽ പറയാം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൂട്ടിയ ഒരു ബാറും വീര്യം കൂടിയ മദ്യം വിൽക്കാൻ വേണ്ടി തുറന്നു കൊടുക്കില്ല. ഘട്ടം ഘട്ടമായി ബെവ്കോ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനം ഞങ്ങൾ പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാമല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിശ്വസിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഈ കേരളത്തിലുണ്ട്. മുന്നണി ഒരു കാര്യം പറഞ്ഞാൽ അത് നടപ്പിലാക്കുന്നവരാണ് എന്ന് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അഡ്വാൻസായിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പ്രഖ്യാപിച്ച് പോകേണ്ട കാര്യമില്ല. ഈ ചാരായം നിരോധിച്ചിട്ട് ആൻ്റണി ജയിച്ചില്ലല്ലോ. അതുകൊണ്ട് മദ്യത്തിനെ പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തണ്ട. ഞങ്ങൾക്ക് അതിലൊരു ഭയവുമില്ല.
LDFിൻ്റെ നിലപാട് മദ്യനിരോധനമല്ല, മദ്യവർജനമാണ്. പടിപടിയായി മദ്യം കുറച്ചു കൊണ്ടുവരിക, അതിനുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. 8 മാസം മുൻപ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം താങ്കൾ പറഞ്ഞു, ഇടതുപക്ഷത്തിന്റെ മതനിരപേക്ഷത ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണോ എന്ന സംശയം ഉയരുന്നുണ്ട്. ഭൂരിപക്ഷ സമുദായം അങ്ങനെ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല. ഈ അഭിപ്രായത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്? അത് അന്നത്തെ സാഹചര്യത്തിൽ വന്ന ഒരു ഇൻ്റർവ്യൂവിൽ, ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യമാണ്. ഞങ്ങൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയാണ് എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുള്ളത്. ആ മതനിരപേക്ഷത ഇന്ത്യയിൽ ശക്തിപ്പെടണമെങ്കിൽ, മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ ശക്തിപ്പെടണമെങ്കിൽ ഇടതുപക്ഷം ശക്തമായി നിന്നുവെങ്കിൽ മാത്രമേ കഴിയൂ എന്ന് പറയുന്നതിനോടൊപ്പമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ആ ഘട്ടത്തിൽ പറഞ്ഞ അഭിപ്രായം ഇപ്പോൾ പ്രസക്തമല്ല എന്നാണ്? ആ ഘട്ടത്തിൽ പറഞ്ഞ അഭിപ്രായം പ്രസക്തമല്ല. ആ ഘട്ടത്തിലെ അഭിപ്രായം ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതാണ്. ആ കോണ്ടെക്സ്റ്റിൽ അത് ശരിയാണ്, ഇപ്പോഴും ശരിയാണ്. എന്നാൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്ത് പറയുമ്പോൾ അതിനകത്തെ പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. കാരണം ഇന്ന് വെല്ലുവിളിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയാണ്. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷം ഒരു പുനർവിചിന്തനം നടത്തുക എന്നുള്ളതായിരുന്നല്ലോ താങ്കൾ ഉദ്ദേശിച്ചത്. ഇല്ല, ഇടതുപക്ഷത്തിൻ്റെ പുനർവിചിന്തനമല്ല, ഇടതുപക്ഷം പ്രീണനം നടത്താൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടി നടത്തുന്നതാണ് ന്യൂനപക്ഷ പ്രീണനം. ഇടതുപക്ഷം എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് ന്യൂനപക്ഷ സംരക്ഷണമാണ്. ആ പോയിന്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ആ കണക്ക്. അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്ന ചില നടപടികൾ LDFിൻ്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇനി അത് പാടില്ല. അതിനോടൊപ്പം അതിനുശേഷം താങ്കൾ പറഞ്ഞത് ഞങ്ങളുടെ വോട്ട് ബാങ്ക് സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് എന്നാണ്. ഈ വോട്ട് ബാങ്ക് എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായി വോട്ട് ചെയ്തു വരുന്ന ഭൂരിപക്ഷ വിഭാഗമാണ് എന്ന് ഞാൻ ഊഹിക്കുന്നു. ഇതിനുശേഷം ഞങ്ങൾ ജാതിയുടെ അടിസ്ഥാനത്തിലല്ല ഇതിനുശേഷം ഈ നയസമീപനങ്ങളിൽ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുന്നു, ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടുണ്ടോ? കണിശമായിട്ടും ഞങ്ങളുടെ വോട്ട് ചെയ്യുന്ന ജനങ്ങളെ കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും വർഗാടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നങ്ങളെ സമീപിക്കുന്നത്, വർഗീയ അടിസ്ഥാനത്തിലല്ല. ഒന്ന്, അതുകൊണ്ട് തന്നെ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ ഈ വോട്ടിനെ കണക്കാക്കുന്നത്. ഇപ്പോൾ ഒരേ ജാതിയിലും മതത്തിലുമുള്ള ആളുകൾ തന്നെ ഇടതുപക്ഷത്തിനോടൊപ്പമുണ്ട്, അപ്പുറത്തുള്ളവരുമുണ്ട്. ഇതൊരു മതനിരപേക്ഷ രാജ്യത്ത് നിങ്ങളിങ്ങനെ കമ്പാർട്ട്മെൻറ്റ് തിരിച്ച് ഓരോ ജാതിയെയും മതത്തെയും നിർത്താൻ ആഗ്രഹിക്കുന്നത് വർഗീയവാദികളാണ്. കാരണം അവർക്ക് ആ സമൂഹത്തെ ഡിവൈഡ് ചെയ്താൽ മാത്രമേ അവർക്ക് അധികാരത്തിലേക്ക് വരാൻ പറ്റൂ. അതാണ് BJP ചെയ്തത്. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരോ ഇടതുപക്ഷമോ അങ്ങനെയല്ല. ഏറ്റവും ഒടുവിൽ നടന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ BJP സംസ്ഥാനത്ത് നേടിയ വോട്ട് വിഹിതം 14%. അവർക്കാകെ കിട്ടിയ വോട്ട് 26 ലക്ഷത്തിൽ പരമാണ്. BJPയെ സംബന്ധിച്ച് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരിക്കുന്നു. അതേസമയം അതേ തെരഞ്ഞെടുപ്പിൽ LDF വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നും പറയാം. അപ്പോൾ ഈ വോട്ട് ബാങ്ക്, LDFിൻ്റെ വോട്ട് ബാങ്കിലേക്ക് കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ. അപ്പോൾ താങ്കൾ അന്ന് പറഞ്ഞ സമീപനമാണോ, കൂടുതൽ ന്യൂനപക്ഷങ്ങളെ ഉൾക്കൊള്ളുന്ന സമീപനമാണോ ശരി? ന്യൂനപക്ഷത്തിനെ പ്രീണിപ്പിക്കുന്നതല്ല, ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്ന സമീപനമാണ് ശരി എന്നാണ് അത് തെളിയിക്കുന്നത്. ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷണത്തിന് ഇടതുപക്ഷമേ ഉള്ളൂ എന്ന ധാരണ ആ ജനവിഭാഗങ്ങൾ, മുസ്ലിങ്ങളിൽ മാത്രമല്ല മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളിലും ശക്തിപ്പെട്ടു വരുന്നുണ്ട്. കാരണം ഞങ്ങൾ ജനങ്ങളുടെ പ്രശ്നമാണ് അഡ്രസ്സ് ചെയ്യുന്നത്. വളരെ ടൈറ്റായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണല്ലോ നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത്തവണ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട്, വിശേഷിച്ച് CPIMൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള വിവാദങ്ങൾ LDFന് അനുകൂലമായിരുന്ന ഒരു സാഹചര്യത്തെ മാറ്റിയോ എന്ന് ഞാൻ തോന്നുന്നില്ല. അത് ഓരോ കക്ഷികൾക്കും സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. അതെല്ലാം ഓരോ കക്ഷികളുടെയും പ്രശ്നമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ 27 നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക ഒറ്റ ദിവസം കൊണ്ടാണ് ഞങ്ങൾ പൂർത്തിയാക്കിയത്. രാവിലെ എക്സിക്യൂട്ടീവ് ആരംഭിച്ചു, ഉച്ചയ്ക്ക് ശേഷം സ്റ്റേറ്റ് കൗൺസിൽ അംഗീകരിച്ചു. വൈകുന്നേരം ആയപ്പോൾ 25 സീറ്റിൻ്റെ പേര് ഞങ്ങൾ പുറത്തു വിട്ടു. 2 സീറ്റ് അത് കഴിഞ്ഞതിന് ശേഷം, അത് ചിഹ്നം, സ്വതന്ത്രൻ, അങ്ങനെയൊക്കെയുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം LDFിൽ CPIക്ക് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ പ്രശ്നമേ അങ്ങനൊരു പ്രശ്നമില്ല. ഒറ്റ ദിവസം കൊണ്ട് സാമാന്യം എല്ലാ സോഷ്യൽ ഗ്രൂപ്പുകൾക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു പാനൽ ഞങ്ങൾ പുറത്തുവിട്ടു. സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. അതിൽ 15 പേര് പുതുമുഖങ്ങളാണ്. 27 ഞങ്ങൾ കുറച്ച് സീറ്റേ ഉള്ളൂ.
ആ സീറ്റിനുള്ളിൽ 4 വനിതകളാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 ടേം എന്ന നിബന്ധന CPI കർശനമായി നടപ്പാക്കിയിരുന്നു. പക്ഷേ ഇത്തവണ വൈക്കം MLAക്ക് മാത്രമാണ് ഇളവ് കൊടുക്കാതിരുന്നത്, ബാക്കിയുള്ളവർക്കൊക്കെ ഇളവ് കൊടുത്തു. എന്തുകൊണ്ടാണ് 2 ടേം നിബന്ധന 2 കർശനമാക്കാതിരുന്നത്? ടേം നിബന്ധന എന്നത് ഞങ്ങളുടെ പാർട്ടി ഒരു സമ്മേളനം അംഗീകരിച്ച ഒരു പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഓരോ തെരഞ്ഞെടുപ്പിലും അത് നിശ്ചയിക്കേണ്ടത് പാർട്ടി സംസ്ഥാന കൗൺസിലാണ്. ആ സംസ്ഥാന കൗൺസിൽ 2 ടേം പൂർത്തിയാക്കുന്നവർക്ക്, അതായത് നിലവിലുള്ള 7 MLAമാരിൽ ജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ എക്സംപ്റ്റ് ചെയ്യേണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സംസ്ഥാന എക്സിക്യൂട്ടീവിനെ അറിയിച്ചാൽ എക്സംപ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും, കൗൺസിൽ ആലോചിക്കും. അങ്ങനെ വന്നപ്പോൾ 7 പേരിൽ 6 പേരുടെയും റെക്കമെൻഡേഷൻ വന്നു, 5 പേരുടെ റെക്കമെൻഡേഷൻ വന്നു. 6ാമത്തെ ആൾ മറ്റൊരു ജില്ലയിലാണ്. അജിത്തിൻ്റെ സാന്നിധ്യത്തിൽ കോട്ടയം ജില്ലാ പാർട്ടി കൗൺസിൽ കൂടിയാണ് അജിത്തിന് എക്സംഷൻ, വിജയസാധ്യതയ്ക്ക് എക്സംഷൻ വേണ്ട എന്ന് തീരുമാനിച്ചത്. അത് സഖാവ് അനുസരിച്ച് നടപ്പിലാക്കുന്നു. അല്ല, ഈ വിജയസാധ്യത മാത്രമാണോ CPI ഇതിൽ കാണുന്നത്? കഴിഞ്ഞ തവണ CK ചന്ദ്രപ്പൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ കർശനമായി നടപ്പാക്കിയ ഒരു കാര്യമാണ്. പ്രധാനപ്പെട്ട സിറ്റിംഗ് MLAമാർക്ക് ബിനോയ് വിശ്വത്തിനും KP രാജേന്ദ്രനും ഒന്നും വീണ്ടും ഒരവസരം നൽകിയില്ല. കർശനമായി അക്കാര്യത്തിലൊരു നിബന്ധന നടപ്പാക്കി. ഇപ്പോൾ ഇത്തവണ പരമാവധി ഉദാര സമീപനം, ഒരു അയഞ്ഞ സമീപനം കാണിച്ചില്ല. അയഞ്ഞ സമീപനം ഞങ്ങൾ ഒട്ടും സ്വീകരിച്ചിട്ടില്ല. 2 തവണ മത്സരിച്ചവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്നാണ് തീരുമാനം. ഞാൻ ഉൾപ്പെടെയുള്ള CPIയുടെ മുഴുവൻ നേതാക്കൾക്കും അത് ബാധക. എന്നാൽ 2 ടേം പൂർത്തിയാകുന്നു, ജസ്റ്റ് പൂർത്തിയാകുന്നു ഒരു നിയമസഭയിൽ. ആ നിയമസഭയിലുള്ളവർ, ഇത് കേരളത്തിലെ ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ ഒരു പോരാട്ടമായതുകൊണ്ട് ആ പോരാട്ടത്തിൽ ഇവരുടെ സാന്നിധ്യം ആവശ്യമുണ്ടെങ്കിൽ അതത് ജില്ലാ കമ്മിറ്റികൾ പറയണം. അതുകൊണ്ടാണ് സുനിൽകുമാറിന് എക്സംഷൻ കൊടുക്കാൻ തീരുമാനിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ LDFന് 29,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തിരഞ്ഞെടുപ്പിലുള്ള കയ്പമംഗലത്തു നിന്ന് മാറ്റി നല്ലൊരു ഫൈറ്റിന് വേണ്ടി തൃശ്ശൂരിൽ ഞങ്ങൾ ഇട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു സീറ്റാണ്. പക്ഷേ അതിൽ ഇപ്പോൾ VS സുനിൽകുമാറിനെ എടുത്താൽ നിയമസഭയിൽ LDFിൻ്റെ ഒരു വിരാട് കോഹ്ലിയായിരുന്നു. വലിയ ജനപിന്തുണയും അദ്ദേഹം ആർജിച്ചിട്ടുണ്ട് ആ അർത്ഥത്തിൽ സംസ്ഥാനമൊട്ടാകെ. അങ്ങനെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് മാറ്റി ജയസാധ്യത കുറഞ്ഞ ഒരു മണ്ഡലത്തിലേക്ക് ഇടുന്നത്, അത് അദ്ദേഹത്തെ ഒന്ന് ഒതുക്കാനാണെന്ന് കരുതുന്നത്. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു മത്സരമാണ്. ആ മത്സരത്തിൽ നിയമസഭാ സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നതാണ് പോപ്പുലറായിട്ടുള്ള MLAമാരുടെ കൊണ്ട് നമുക്ക് സാധിക്കാൻ പറ്റുന്നത്. അവിടെ സുനിൽകുമാറിനെ ഇട്ടതോടുകൂടി തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ചിത്രം മാറി. അദ്ദേഹം വളരെ പോപ്പുലറായിട്ടുള്ള MLA ആണ്, ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹം ആ ഫൈറ്റ് ഏറ്റെടുക്കട്ടെ. ഉറപ്പുണ്ട് സുനിൽകുമാർ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു വരും. അല്ല, ഇക്കാര്യത്തിൽ സുനിൽകുമാറിൻ്റെ ഒരു പെട്ടെന്നുള്ള ഉയർച്ചയോടുള്ള അസഹിഷ്ണുത എന്ന് ചില ആളുകൾ കാണുന്നുണ്ട്, ശരിയാണ്? ഇല്ല, അങ്ങനെയൊന്നും ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെയൊന്നും ആരും കാണുന്നില്ല. അതൊക്കെ തെറ്റായ ധാരണയാണ്. പാർട്ടി സംഘടനാപരമായി ഉള്ള വളർച്ചയും അതേപോലെ തന്നെ ഉള്ള പോപ്പുലാരിറ്റിയും എല്ലാം പാർട്ടി ബഹുമാനിക്കുന്നത് കൊണ്ടാണല്ലോ ഇത്തരം ചില ആളുകൾക്ക് തുടർന്നും കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ കർശനമായിട്ടൊരു വാളുമായിട്ട് നിന്നാൽ പോരെ, 2 പ്രാവശ്യം പൂർത്തിയായി പുറത്തു പോകും. അതല്ല എന്നല്ല ഇത് തെളിയിക്കുന്നത്. C. ദിവാകരൻ കരുനാഗപ്പള്ളിയിലെ സിറ്റിംഗ് MLA ആണ്. അദ്ദേഹം അവിടെ മത്സരിക്കേണ്ട എന്ന് കൊല്ലം ജില്ലാ കൗൺസിൽ തീരുമാനിക്കുന്നു. അതേസമയം അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് നെടുമങ്ങാട്ടെ സ്ഥാനാർത്ഥിയായി വരികയാണ്. ഇതിൽ അസ്വാഭാവികതയില്ലേ? ഇവിടെ CPIയിലെ വിഭാഗീയതയുടെ കനലുകൾ അണയാതെ അവിടെ കിടക്കുന്നു എന്നാണ് പുറത്തുള്ളവർ മനസ്സിലാക്കുന്നത്. ഒരു അസ്വാഭാവികതയുടെയും പ്രശ്നമില്ല. അവിടെ ജില്ലാ കൗൺസിലിൽ അദ്ദേഹം MLA ആയിട്ടുള്ള കരുനാഗപ്പള്ളിയിൽ വിജയസാധ്യതയ്ക്ക് വേണ്ടി എക്സംഷൻ കൊടുക്കേണ്ട കാര്യമില്ല എന്നവർ തീരുമാനിച്ചു. അവിടെ പുതിയ സ്ഥാനാർത്ഥിയെ അവർ പോസ്റ്റ് ചെയ്തു. അതിലെന്താ തെറ്റ്? അത് ഞങ്ങൾ കൗൺസിൽ അംഗീകരിക്കുമ്പോൾ തന്നെ ആ കൗൺസിലിന് മുമ്പാകെ മറ്റൊരു ശുപാർശ വന്നു. അതായത് നെടുമങ്ങാട് പോലെ 15 വർഷക്കാലമായി നമ്മൾ സ്ഥിരമായി തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഇട്ടുകൊണ്ട് മാത്രമേ മത്സരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. അതിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള സഖാവ് C. ദിവാകരനാണ് എന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പറഞ്ഞപ്പോൾ ഞങ്ങളത് സ്വീകരിക്കരുത്. ഞങ്ങളുടെ പാർട്ടി ഡെമോക്രാറ്റിക്കായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന പാർട്ടിയാണ്. ഇതിനകത്ത് ഗ്രൂപ്പും അതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതിലുള്ള കനലുകളും ഇപ്പോഴില്ല. പക്ഷേ C. ദിവാകരൻ CPIയുടെ നിയമസഭാ കക്ഷി നേതാവാണ്.
പാർലമെന്ററി രംഗത്തെ പാർട്ടിയുടെ ഏറ്റവും സീനിയറായ നേതാവാണ്. അദ്ദേഹത്തെ സ്വന്തം ജില്ല ഇത്തവണ മത്സരിപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അതേസമയം മറ്റൊരു ജില്ല, തൊട്ടടുത്തുള്ള ജില്ല സി ദിവാകരൻ ഞങ്ങൾക്ക് വേണം എന്ന് പറയുമ്പോൾ ഒരു ജില്ലയിലെ കൗൺസിൽ തഴയുന്ന ആൾ മറ്റൊരു ജില്ലയുടെ കൗൺസിൽ ഇടപെടുമ്പോൾ ദിവാകരനൊപ്പമുള്ള ജില്ല അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ മുന്നോട്ട് വന്നു എന്നല്ലേ ജനങ്ങൾ കാണും. ദിവാകരൻ ഞങ്ങളുടെ നിയമസഭാ കക്ഷി നേതാവാണെങ്കിലും 2 തവണ അദ്ദേഹം നിയമസഭയിൽ പോയിട്ടുള്ളൂ. അതുകൊണ്ട് നിയമസഭ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ വളരെ സീനിയറാണ് എന്നൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. 3ാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജില്ല തിരുവനന്തപുരമാണ്. അദ്ദേഹം കൊല്ലത്ത് കഴിഞ്ഞ പ്രാവശ്യം പാർട്ടി സ്റ്റേറ്റ് സെൻറ്റർ നിർദ്ദേശിച്ചതനുസരിച്ച് കൊല്ലത്ത് പോയി മത്സരിച്ചതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയായിട്ടുള്ള തിരുവനന്തപുരം പറയുന്നു ഞങ്ങളുടെ ഒരു സീറ്റിൽ മത്സരിക്കാൻ ഇദ്ദേഹത്തെ വേണം, അപ്പോൾ ഞങ്ങൾ കൊടുക്കുകയില്ല എന്ന് പറയണം. അതാണ് സംഭവിച്ചത്. അതിനകത്ത് ഒരു അസ്വാഭാവികതയില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വം അങ്ങേയറ്റം വിവാദങ്ങൾക്ക് വഴിവെക്കുകയും സി ദിവാകരൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കുകയും ചെയ്തതാണ്. ഇത്തവണ നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിൽ അത്തരം പോരായ്മകളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള അധിക ജാഗ്രത ഉണ്ടായിരുന്നു. നിശ്ചയമായിട്ടും ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആ ബ്ലാക്ക് മാർക്ക് വളരെ വേഗം ഞങ്ങൾക്ക് മാറ്റാൻ കഴിയുന്നതല്ല. അത് കുറേയധികം പ്രചരണത്തിൻ്റേതാണ്. അതിനെതിരായി വന്ന വാർത്തകളുടെ ഒക്കെ ആകാം. അപ്പോൾ അത്തരം ഒരു ജാഗ്രത ഒരു പാർട്ടി അതായത് ഘടകം ആലോചിക്കാതെയും തീരുമാനിക്കാതെയും മറ്റൊരു വിഭാഗത്തിൽ നിന്ന് മറ്റൊരു മേഖലയിൽ കൂടി ഒരു സ്ഥാനാർത്ഥി വരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അന്നവിടെ ഉണ്ടായത്. അതിനാണ് സി ദിവാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കെതിരായി നടപടി സ്വീകരിക്കേണ്ടി വന്നത്. അങ്ങനെ നടപടി സ്വീകരിക്കാൻ കേരളത്തിൽ ഒരു പാർട്ടിക്ക് കഴിയുള്ളൂ എന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്തതാണ്. ഇത്തവണ 29 സീറ്റ് വേണം എന്നായിരുന്നു CPIയുടെ ആവശ്യം. പക്ഷേ കഴിഞ്ഞ തവണ മത്സരിച്ച 27 സീറ്റുകൾ തന്നെയേ ലഭിച്ചുള്ളൂ. LDFിൻ്റെ സീറ്റ് വിഭജനത്തിൽ പൂർണ്ണ തൃപ്തി പാർട്ടിക്കുണ്ടോ? LDFിൽ പാർട്ടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് കൂടുതൽ സീറ്റുകൾ വേണം എന്ന അഭിപ്രായം ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതായത് 1980 ഉണ്ടായിരുന്ന ഒരു റേഷ്യോ അല്ല ഇന്ന് LDFിലെ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പുതിയ കക്ഷികൾ വരുമ്പോൾ സീറ്റുകൾ ചിലപ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരും. ആ കക്ഷികൾ പോയി കഴിഞ്ഞാൽ ആ സീറ്റുകൾ നമുക്ക് തിരിച്ചു ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഞങ്ങൾ ഉന്നയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടുമ്പോൾ 2 സീറ്റുകൾ കൂടി ഞങ്ങൾക്ക് വേണം എന്ന മിതമായിട്ടുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. എന്നാൽ LDFിൽ പുതിയ കക്ഷികൾ വരുന്നു, അവരെ പരമാവധി അക്കോമഡേറ്റ് ചെയ്യണം എന്ന ആവശ്യം വന്നപ്പോൾ അതിന് ഉള്ള സീറ്റുകൾ വിട്ടുകൊടുക്കണം എന്ന ആവശ്യമാണ് തിരിച്ചിങ്ങോട്ട് വന്നത്. 2 സീറ്റുകൾ കൂടി വിട്ടു തന്നാലേ എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ 140 സീറ്റ് വർദ്ധിക്കാതിരിക്കുകയും CPIM മത്സരിച്ച 84-9 93 സീറ്റിൽ നിന്ന് 92 സീറ്റ് ആവുകയും ചെയ്തപ്പോൾ CPI ഇനിയും ഒരു സീറ്റൂടെ വേണം എന്ന് പറഞ്ഞ് നിൽക്കുന്നതിൽ ഒരു യുക്തിയില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായതുകൊണ്ടാണ് സന്തോഷത്തോടു കൂടി 27 സീറ്റിൽ ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചു. ഇതിൽ NCP നേതാവ് തോമസ് ചാണ്ടി പറഞ്ഞ ഒരു കമൻറ്റ്, ഈ 5 വർഷം കൊണ്ട് CPIയുടെ ജനകീയ അടിത്തറയൊന്നും വർദ്ധിച്ചിട്ടില്ലല്ലോ, അപ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റ് പോകാതിരിക്കാൻ വേണ്ടിയാണ് അവർ അധികം സീറ്റ് ചോദിക്കുന്നതെന്നാണ് പരസ്യമായി പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്. അല്ല, തോമസ് ചാണ്ടിയെ പോലെയുള്ള ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ ചോദിക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ചോദിച്ചില്ല എന്ന് വിശ്വസിച്ചാലും മതി. പക്ഷേ ഈ ചൂണ്ടിക്കാണിച്ച ജനകീയ അടിത്തറയുടെ പ്രശ്നമുണ്ടല്ലോ, വെറുതെ വിലപേശുകയാണ് എന്നുള്ള ആരോപണമാണ് അതിൻ്റെ കാതൽ. എൻ്റെ പാർട്ടിയുടെ ജനകീയ അടിത്തറയും ഞങ്ങളിപ്പോൾ നടത്തിയിട്ടുള്ള പരിപാടികളിലും LDFിലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 2ാമത്തെ പാർട്ടി CPI ആണ്. അതിനകത്ത് എനിക്ക് എൻ്റെ അഭിപ്രായം ഞാൻ പറയാതിരിക്കാൻ പറ്റുമോ? എനിക്ക് ആ കാര്യത്തിന് തോമസ് ചാണ്ടിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. LDFിനെ എടുത്താൽ ഒരു കൂട്ടം കക്ഷികൾ LDFിൽ ഔദ്യോഗികമായി അംഗമല്ലാതെ പുറത്തു നിൽക്കുകയാണ്. പരമാവധി പേരെയും സഹകരിപ്പിക്കുന്നുമുണ്ട്, ചില ആളുകളെ വിട്ടുകളയുന്നുമുണ്ട്. ഇങ്ങനെ മുന്നണിക്ക് പുറത്തുള്ള ഈ കൊച്ചു പാർട്ടികളെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ സാധിക്കും LDFിന്? അല്ല, അവർ ഞങ്ങളോട് സഹകരിക്കുന്ന എത്രയും കാലം മുന്നോട്ട് പോകാൻ പറ്റും. അതിൽ ഏതെങ്കിലും ഒരു കോമൺ കോസിനാണല്ലോ അവർ നമ്മളോട് സഹകരിക്കാൻ തീരുമാനിക്കുന്നത്. ആ സഹകരിക്കാൻ അവർ തീരുമാനിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകും. ഈ ഭരണത്തിൻ്റെ പങ്കുപറ്റി അടുത്ത കാലം വരെ ഉണ്ടായിരുന്നവർ ഇപ്പോൾ LDF ടിക്കറ്റിൽ മത്സരിക്കുകയാണ്. ഇങ്ങനെ LDFുമായി ഇപ്പോൾ സഹകരിക്കാൻ വരുന്നവരുടെ ഭൂതകാലവും പൈതൃകവും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആര് സഹകരിക്കാൻ വന്നാലും സഹകരിപ്പിക്കും. അക്കാര്യത്തിൽ CPI അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. അതിൽ വർഗീയ ശക്തികളോ അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളോ അത്തരം സഹകരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ സ്വീകരിക്കാറില്ല.
ജനാധിപത്യ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സംസ്ഥാനത്തെ പാർട്ടികളെ സംബന്ധിച്ച്, അവർ മാറിയും മറിഞ്ഞും നിലപാടുകൾ പലപ്പോഴും സ്വീകരിക്കാറുണ്ട്. ഭരണമുന്നണിയുടെ ജീർണതയുടെ ഭാഗമായിരുന്ന ആളുകളാണ്, അടുത്തുവരെ UDF സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്ന, അതിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റിയിരുന്ന ആളുകൾ ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ LDF ടിക്കറ്റിൽ ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുമ്പോൾ ജനങ്ങൾക്ക് അക്കാര്യത്തിലൊരു അവമതിപ്പുണ്ടാകില്ലേ? അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. LDF വളരെ ക്രൂഷ്യലായ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ആരാണ് നേതാവ് എന്നുള്ള കാര്യത്തിൽ സ്വാഭാവികമായും ജനങ്ങൾക്കൊരു താല്പര്യമുണ്ടാകും. LDFൻ്റെ ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനെ നയിക്കുന്നത് ആരാണ്? LDFൻ്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന നേതാക്കന്മാർ നയിക്കും. അതല്ലാതെ ഒരൊറ്റ നായകൻ്റെ, ഒരു വ്യക്തിയുടെ ആവശ്യമില്ലേ? അങ്ങനെ ഞങ്ങൾ സാധാരണ ചെയ്യാറില്ല. പിണറായി വിജയൻ CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം, പാർട്ടി തലത്തിലെ ഏറ്റവും സീനിയറായ നേതാവ് പിണറായി വിജയൻ മത്സരിക്കുമ്പോൾ മുന്നണിയുടെ നായകൻ പിണറായി വിജയനാണോ? ഇതെല്ലാം മാധ്യമങ്ങൾ നൽകുന്ന വ്യാഖ്യാനങ്ങളാണ്. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കും എന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. ഗൗരിയമ്മ മുഖ്യമന്ത്രി ആയില്ലല്ലോ. ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ UDF സർക്കാരിനെതിരെ കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷത്തിൻ്റെ നേതൃശബ്ദം VS അച്യുതാനന്ദൻ ആയിരുന്നതുകൊണ്ട് ഒരു പുതിയ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ VS ആയിരിക്കണം അതിൻ്റെ നായകൻ എന്ന് ജനങ്ങൾക്ക് തോന്നാമല്ലോ. അങ്ങനെ ഒരു സാധ്യതയില്ലേ? ജനങ്ങൾക്ക് തോന്നുന്നതിന് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഈയിടെ ഇപ്പോൾ ഒരു സർവേയിൽ 35% ഉണ്ടെന്നല്ലേ പറയുന്നത്. പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം? നിയമസഭ രൂപീകരിച്ച് വരുമ്പോൾ അതിൻ്റെ കക്ഷി നേതാവിനെ തിരഞ്ഞെടുത്ത് മുഖ്യമന്ത്രിയായിട്ട് നമ്മൾ പോവും. അതിനു മുമ്പ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്ന ശീലം LDFനില്ല, CPIMനില്ല, CPIക്കും ഇല്ല. വളരെ നന്ദി ശ്രീ കാനം രാജേന്ദ്രൻ ക്ലോസ് എൻകൗണ്ടറിൽ പങ്കെടുത്തതിന്. താങ്ക് യു. Nucleus Properties Close Encounter, brought to you by Nucleus Premium Villas and Apartments, Kochi, Kottayam, Thiruvananthapuram. Live life.